ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. ക്ലാസ് 10 CBSE കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മൾ ക്ലാസ് 11 CBSEയിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കമ്പാരിസൺ, അതായത് നമ്മുടെ ക്ലാസ് 10ൻ്റെയും ക്ലാസ് 11ൻ്റെയും ഫിസിക്സിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ ആദ്യമായി നിങ്ങളുടെ മുന്നോട്ട് വെക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാപ്റ്ററുകളുടെ എണ്ണം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് 10ൽ 5 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. എന്നാൽ ക്ലാസ് 11ലോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് 14ഓളം ചാപ്റ്ററുകളാണ്. ഇനി നമ്മൾ നമ്പർ ഓഫ് പേജസിന് എണ്ണം നോക്കുകയാണ്. 84ഓളം പേജുകൾ മാത്രമാണ് നമുക്ക് ക്ലാസ് 10ൽ പഠിക്കാനുള്ളത്. എന്നാൽ നമ്മൾ ക്ലാസ് 11ലോട്ട് പോകുമ്പോൾ ഏകദേശം 400ഓളം പേജുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായി കാണാം ക്ലാസ് 10 ഫിസിക്സിൻ്റെയും അതേപോലെ ക്ലാസ് 11 ഫിസിക്സിൻ്റെയും ആ ഒരു ഡിഫറൻസ് എന്തുമാത്രം വലുതാണ് എന്ന്. അതിനു പുറമെ നമുക്ക് ഡെറിവേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി കൂടിയുണ്ട്. എന്താണ് ഡെറിവേഷൻ എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ F = ma എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ കാണാനാണ് പഠിച്ചിരിക്കുന്നത്. ആ ഇക്വേഷനെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആയ F = dp/dt യിൽ നിന്നും കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ നടത്തി F = ma നമ്മൾ എത്തിക്കും. അതിനാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഏകദേശം നമുക്ക് 70ഓളം ഡെറിവേഷൻസ് ആണ് പ്ലസ് 1ൽ നമുക്ക് പഠിക്കേണ്ടിയിരിക്കും. വലിയ 70ഓളം ഡെറിവേഷൻ നമുക്ക് പ്ലസ് 1ൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സിലബസ് ആണ് നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഇത് തോന്നാം, സാറേ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊന്നും പഠിക്കണ്ടല്ലോ, ഇപ്പോൾ സോഷ്യൽ സയൻസ് അതേപോലെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ് മക്കളെ, നമ്മുടെ ഈ ഒരു പ്ലസ് 1 ഫിസിക്സ് അല്ല, മാത്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, വലിയ ഒരു സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ അവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അവിടെ എൻട്രൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ആദ്യം മുതലേ തന്നെ ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഇന്ന് തന്നെ ഞാൻ പ്ലസ് 1 ഫിസിക്സ് പഠിച്ചു തുടങ്ങും, അല്ലെങ്കിൽ പ്ലസ് 1 ഞാൻ ഇന്ന്, അല്ലെങ്കിൽ ക്ലാസ് 11 ഞാൻ ഇന്ന് പഠിക്കുമെന്ന് ഒരു ആത്മാർത്ഥമായി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതിജ്ഞ എടുക്കണം. എന്നിട്ട് അതിനുവേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുക. കാരണം ക്ലാസ് 11 CBSE കുട്ടികൾക്ക് ഒരു മടി ഉണ്ടാകും ക്ലാസ് 11 പഠിക്കാൻ. കാരണം എന്താണ്, നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. എന്നാൽ നമുക്കറിയാം ഇനി വരും കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ നല്ല മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് 12 മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ക്ലാസ് 11ഉം അതേപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് പറഞ്ഞത്. നിങ്ങൾ ഉറപ്പായും ഈ വർഷം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് 11 പഠിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല മക്കളെ, നമ്മൾ ക്ലാസ് 12 പഠിക്കുന്ന പല കാര്യങ്ങളും ക്ലാസ് 11 പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ക്ലാസ് 11 പഠിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ക്ലാസ് 12 എത്തുമ്പോഴത്തേക്കും അത് നിങ്ങളെ ഒത്തിരി വലയ്ക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ? ആദ്യമായി ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്കൂളിൽ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എവിടെയൊക്കെയോ എനിക്ക് പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പാണ് നിങ്ങൾക്ക് വേറൊരു എക്സ്റ്റേണൽ സപ്പോർട്ടിൻ്റെ ആവശ്യം തന്നെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ അഗ്നി ബാച്ചിനെ കുറിച്ചാണ്. നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു വർഷത്തെ സ്റ്റഡി പ്ലാൻ ഇവിടെ സ്ട്രക്ചേർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സിലബസ് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതിനുശേഷം നമുക്ക് ഒരു റിവിഷനും അതേപോലെ തന്നെ എല്ലാ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാമിനേഷനും, ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ മൊഡ്യൂൾ എക്സാമിനേഷനും അതേപോലെ ടേം എക്സാമിനേഷനൊക്കെ നിങ്ങൾക്കായി ഞങ്ങൾ കാത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടതാണ് നമ്മളുടെ ഇൻസ്റ്റാൾ ലേണിനെ കുറിച്ച്. നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും ആ ചാപ്റ്ററിനകത്ത് കുറേ ഡെഫിനിഷൻ പഠിക്കാനുണ്ടായിരിക്കും, ലോസ് പഠിക്കാനുണ്ടായിരിക്കും, കുറേ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വലിച്ചു വാരി പഠിച്ചു കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മാർക്ക് നേടാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെ വളരെ സ്ട്രക്ചേർഡ് ആക്കി, വളരെ ക്യാപ്സൂൾ പരുവത്തിലാക്കി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എക്സാമിനേഷൻ നല്ലൊരു മാർക്ക് വാങ്ങാൻ. ആ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് സൈലത്തിൻ്റെ ഇൻസ്റ്റാൾ ലേൺ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള PDF നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിന് പുറമെ മൈൻഡ് മാപ്പ്. നമ്മൾ 14 ചാപ്റ്ററുകൾ ഒരു എക്സാമിന് തലേദിവസം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഒരിക്കലുമല്ല. അതിനുവേണ്ടിയാണ് നിങ്ങൾക്കായി സൈലം അവതരിപ്പിക്കുന്ന മൈൻഡ് മാപ്പ് ഉള്ളത്. ഈ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് 14 ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഒരു മൈൻഡ് മാപ്പ്, ഒരു ചാപ്റ്ററിന്റെ മൈൻഡ് മാപ്പ് നിങ്ങളുടെ കണ്ണിൽ കിട്ടും, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നിങ്ങളത് വായിച്ച് നോക്കുമ്പോഴത്തേക്കും ആ ചാപ്റ്ററുമായിട്ട് ബന്ധമുള്ള എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങളുടെ മനസ്സിലൂടെ എന്ത് ചെയ്യും, ഓടി വരുന്നതാണ്. അത് നിങ്ങൾക്കൊന്ന് റീക്യാപ്പ് ചെയ്യാൻ വളരെ ഏറെ സഹായിക്കുന്നതാണ് നമ്മുടെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഈ ഒരു വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. പിന്നീട് കേരളത്തിലെ
നമ്പർ 1 ഫാക്കൽറ്റീസ് തന്നെയാണ് ഇന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത്. യൂട്യൂബിൽ ആരാണോ ക്ലാസ്സുകൾ എടുക്കുന്നത് അതേ ഫാക്കൽറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് ആപ്പിലും ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള അഗ്നി ബാച്ചിലോട്ട് മക്കളെ നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഒട്ടും സമയം കളയല്ല, ആദ്യം മുതൽ തന്നെ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൈലത്തിനോടൊപ്പം നിന്നുകൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് അഗ്നി ബാച്ചിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.